ലാലിനെ കുറ്റം പറഞ്ഞ റീത്തയെ വലിച്ചു കീറി അലീന. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, മഴ തോരും മുമ്പേലാണെങ്കിൽ നമ്മുടെ സ്റ്റാലിൻ്റെ തലയിൽ എല്ലാ കുറ്റവും കെട്ടിവെക്കുകയാണ് റീത്ത. റീത്ത തുടക്കം തന്നെ പറയുന്നുണ്ട്, അലീനയെ മകളായി സ്വീകരിക്കുന്നതിന് മുമ്പ് നീ അനുവാദം ചോദിക്കണവരോടൊക്കെ അനുവാദം ചോദിക്കണമായിരുന്നു സ്റ്റാൻലി എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം സ്റ്റാൻലി പറയുന്നുണ്ട്, എനിക്ക് അനുവാദം ചോദിക്കേണ്ട ആവശ്യമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഇതുവരെയും ഉണ്ടാക്കിയതും എടുത്തതും ചെയ്തതും ഒക്കെ എൻ്റെ തീരുമാനങ്ങൾ അനുസരിച്ച് മാത്രമാണ്. അല്ലാതെ കണ്ടവരുടെ തീരുമാനത്തിനനുസരിച്ച് ഈ റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫ് ഇതുവരെയും നിന്നിട്ടില്ല എന്ന് പറയുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. സ്റ്റാൻലി, നീ തെറ്റാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നീ തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതുവരെയും ഞാൻ തെറ്റായ രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ ശരിയാണ് റീതാമേ. എൻ്റെ മകളെ ചേർത്ത് പിടിക്കാൻ കഴിയില്ലെങ്കിൽ അതിനും ഭേദം ഈ കേണൽ സ്റ്റാൻലി ജോസഫ് മരിക്കുന്നതാണ് എന്ന് വരെ റീത്തയോട് പറഞ്ഞിട്ടും റീത്ത സ്റ്റാലിൻ്റെ കുറ്റം തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. സ്റ്റാലി, നീ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ആ വല്ലോടത്തും കിടന്ന പേട്ടപ്പെണ്ണിനെ എവിടെയെങ്കിലും ഉപേക്ഷിക്കാതെ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നത് എന്തിനാണ് എന്ന ചോദ്യമാണ് റീത്തയുടെ മനസ്സിൽ. അവളുടെ പേര് വിളിച്ച് സംസാരിക്കണം, മര്യാദയ്ക്ക് സംസാരിക്കണം, വെറുതെ വഴി കിടന്നവളെന്നൊന്നും പറയണ്ട. സ്റ്റാൻലി ജോസഫിൻ്റെ മകളാണവൾ എന്ന് പറയുന്നു. സ്റ്റാൻലി ജോസഫിൻ്റെ മകൾ. സ്റ്റാൻലി ജോസഫിന് അപ്പോൾ എത്ര മക്കളുണ്ട് എന്ന് ചോദിക്കുന്നു. ഇപ്പോൾ 4 എന്ന് പറയുന്നു. 4? അതെന്താ 4? അതെങ്ങനെ 4ആയി എന്ന് ചോദിക്കുന്നൊരു കാഴ്ചയും കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ മകളെ അനാഥാലയത്തിലായിരുന്നെന്നും അവളെ തിരിച്ചറിയാൻ വൈകിയെന്നും സ്റ്റാൻലി പറയുന്നു. തിരിച്ചു കിട്ടിയപ്പോൾ മക്കൾ 4ആയി എന്ന് പറയുന്നു. ഒരു മക്കളോടുമില്ലാത്ത ഒരു സ്നേഹമാണല്ലോടാ സ്റ്റാൻലി നിനക്ക് നിൻ്റെ ഈ മകളോടുള്ളത് എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയുന്നു. റീത്തെ, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടാനായിട്ട് നിൽക്കണ്ട. ഇതെൻ്റെ ജീവിത പ്രശ്നമാണ്, എൻ്റെ തീരുമാനമാണ്, എൻ്റെ കാര്യങ്ങളാണ്. ആവശ്യമില്ലാതെ നീ അതിൽ തലയിട്ട് വെറുതെ വഴക്ക് വാങ്ങി വെക്കണ്ട എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നു. എൻ്റെ പെങ്ങളുടെ ജീവിതം തുലച്ച നീ വെറുതെ നിൻ്റെ അഭിമാനത്തെക്കുറിച്ച് പറയുന്നു. കൊട്ടാരമറ്റത്ത് വീട്ടുകാർ വലിയ പുലികളാണെന്നല്ലേ നീ ഇതുവരെയും പറഞ്ഞത്? ഇതാണോ നിങ്ങളുടെ പുലിത്തം, നിങ്ങളുടെ ആണത്തം എന്ന് ചോദിക്കുന്നു. ചതിയിലൂടെ ഒരു പെണ്ണിൻ്റെ ജീവിതം തുലച്ചിട്ട് ന്യായം പറയുന്നോടാ എന്ന് ചോദിക്കുന്നു. ഇതേ സമയം റീത്താമേ, മര്യാദയ്ക്ക് പോകാനായിട്ട് നോക്ക്, എനിക്ക് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട് എന്ന് പറയുന്നു. നിൻ്റെ ദേഷ്യമൊക്കെ ആര് നോക്കുന്നു സ്റ്റാൻലി? നീ ചെയ്തിട്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ? നിനക്ക് ചോദിക്കായിരുന്നില്ലേ? അപ്പോൾ ഇതിനു വേണ്ട പോംവഴി നമുക്ക് ചെയ്യാമായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ചോദിക്കേണ്ട യാതൊരാവശ്യവുമില്ല. കാരണം നിങ്ങൾക്കെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ടൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞേക്ക്, അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, അപ്പോൾ അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണോ നിനക്ക് ഈ അലീന എന്ന് പറയുന്ന മകൾ എന്ന് ചോദിക്കുമ്പോൾ, അതെ, ഇപ്പം ആരെക്കാളും എന്തിനേക്കാളും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ മകളാണെന്ന് സ്റ്റാൻലി ആരോട് പറയുന്നു? റീത്താമ്മയോട് പറയുന്നു. ഇതേ സമയം എങ്കിൽ നിൻ്റെ ആ പുന്നാര മകളെ ഞാനൊന്ന് കണ്ടിട്ടേ കാര്യമുള്ളൂ എന്ന് പറയുന്നു. എന്താണ് അവൾക്ക് ഇത്ര പ്രത്യേകത എന്ന് എനിക്കറിയണമല്ലോ എന്ന് ആര് പറയുന്നു? റീത്താമ്മ പറഞ്ഞു വയ്ക്കുകയാണ്. ഇതേ സമയമാണെങ്കിൽ അവളെ വിഷമിപ്പിക്കരുത്, വേദനിപ്പിക്കരുത്. ഈ 2 കാര്യം ചെയ്താലും റീത്താമ്മേ, നിങ്ങളെൻ്റെ ക്രോധത്തിന് ഇരയാകുമെന്ന് സ്റ്റാൻലി പറയുന്നത് കാണാൻ സാധിക്കും. അതെന്താടാ, അവളുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ അവൾ ഉരുകിപ്പോവോ എന്ന് ചോദിക്കുന്നു. അവളെ വിഷമിപ്പിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, എനിക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ മോളെയും കൊണ്ട്
സ്റ്റാൻലി ആണെങ്കിൽ അലീനയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. മോളെയും കൊണ്ടുപോകുമ്പോൾ റീത്തയും കൂടെ പോരുമല്ലോ, പിന്നെ നമ്മുടെ കാര്യസ്ഥനും പോകുന്നുണ്ട്. കൂടാതെ മകളോട് അലീനയെ വിളിക്കാനായിട്ട് പറയുകയാണ്. അവനെ ഡോറ് തട്ടി അലീനയെ വിളിക്കുന്നു. അലീന തൻ്റെ സഹോദരിയെ പരിചയപ്പെടുന്നു. അവർ രണ്ടുപേരും പരസ്പരം ആരാണെന്ന് അങ്ങടും ഇങ്ങടും പറയുന്നു. അതായത് അലീന പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ ചേച്ചിയാണെന്ന് പറഞ്ഞു വയ്ക്കുകയാണ് എന്ന് കാണാം. അപ്പോഴേക്കും നമ്മുടെ സഹോദരിയാണെങ്കിൽ അലീനയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അത് റീത്തയ്ക്ക് അത്ര വലിയ പിടിക്കുന്നൊന്നുമില്ല. റീത്തയാണെങ്കിൽ സഹോദരിയെ വലിച്ച് അലീനയിൽ നിന്നും എടുക്കുകയാണ്. ഇതേ സമയം നീ എന്താടി എൻ്റെ കുഞ്ഞിനെ സ്വാധീനിച്ചെടുക്കാനായിട്ട് നോക്കാണോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ആരെയും സ്വാധീനിച്ചിട്ടൊന്നുമില്ല. നിങ്ങളല്ലേ ഇപ്പോൾ ആവശ്യമില്ലാതെ എന്നെ വന്ന് വിളിച്ചത്. ഞാൻ നിങ്ങളെ കാണണമെന്ന് പോലും ആഗ്രഹിച്ചിരുന്നില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയും. ഓ, സ്വത്തിന് വേണ്ടിയായിരിക്കുമല്ലേ നീ വന്നത് എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് സ്വത്തോ കാര്യങ്ങളോ ആവശ്യമില്ല എന്ന് പലതവണ ഞാൻ പപ്പയോട് പറഞ്ഞതാണ്. പപ്പയ്ക്ക് ഞാൻ അതിന് മുന്നറിയിപ്പ് കൊടുത്തതുമാണ് എന്ന് പറയുന്നു. എനിക്ക് പപ്പയെ മാത്രം മതി, സ്വത്തും പണമൊക്കെ നിങ്ങളെടുത്തോളൂ എന്ന് പറയുന്നതും കാണാൻ കഴിയുന്നുണ്ട്. പപ്പയോ? ഇവനാണോ പപ്പ? ഇവന് പപ്പ എന്ന് വിളിക്കാൻ ഇവന് എന്ത് യോഗ്യതയാണുള്ളത്? സ്വന്തം മക്കളെയും ഭാര്യയെയും തിരിഞ്ഞു നോക്കാത്ത ഒരു വൃത്തികെട്ടവനാണ് ഈ സ്റ്റാൻലി എന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ട് നമ്മുടെ റീത്ത പറയുമ്പോൾ, നിങ്ങൾക്ക് എന്തു യോഗ്യതയുണ്ട് എൻ്റെ പപ്പയെക്കുറിച്ച് പറയാനായിട്ട്? എൻ്റെ പപ്പ ഒരു മാന്യനും ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു വ്യക്തിയുമാണ് എന്ന് പറയുന്നു. ചെയ്ത തെറ്റ് തിരുത്തുന്നതിനേക്കാൾ വലിയ ഒരു മനുഷ്യൻ ഈ ലോകത്തില്ല എന്ന് അലീന പറഞ്ഞു വയ്ക്കുകയാണ്. തൻ്റെ പപ്പ പണ്ട് തെറ്റ് ചെയ്തു. ഒടുവിൽ ആ തെറ്റിൽ വേറൊരു തെറ്റുണ്ട് എന്നറിഞ്ഞപ്പോൾ, തനിക്കൊരു മകളുണ്ടെന്ന് അറിയാതെ ഇത്ര വർഷം പപ്പ ജീവിച്ചു. അറിഞ്ഞ ആ നിമിഷം തന്നെ പപ്പ ഒന്നുപോലും ആലോചിക്കാതെ തന്നെ സ്വീകരിച്ചു. അതല്ലേ ക്വാളിറ്റി എന്ന് പറയുന്നത്? അതല്ലേ എടുത്തു കാണേണ്ടത്? എൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ എൻ്റെ പപ്പയ്ക്ക് 100-ൽ 101 മാർക്കാണ് എന്ന് അലീന റീത്തയോട് തുറന്നു പറയുകയാണ്. തുടർന്ന് റീത്തയോട് പറയുന്നുണ്ട്, എൻ്റെ പപ്പയെ കുറ്റം പറയാനുള്ള യോഗ്യതയൊന്നും നിങ്ങൾക്ക് ആർക്കുമില്ല. മേലിൽ എൻ്റെ പപ്പയെ മോശക്കാരനായി ചിത്രീകരിക്കരുത് തൻ്റെ മുൻപിൽ എന്ന് പറയുന്നതും കാണാൻ കഴിയുന്നു. സ്റ്റാൻലി റീത്തയോട് പോകാനായിട്ട് പറയുകയും ചെയ്യുന്നു. അലീനയുടെ മുമ്പിൽ റീത്ത നാണം കെടുന്നു. സബ്സ്ക്രൈബ്.